ഈ വരുന്ന +2 ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക ഇംഗ്ലീഷിന്? ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിനൊന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം, നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ എക്സാമ്പിളായിട്ട് വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ദീദി എന്ന് പറയുന്ന നമ്മുടെ ഷഹീൻ മിസ്രിയുടെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ എടുത്തു എന്ന് വിചാരിക്കുക. സോ നമ്മളൊരു ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എന്താണ് ടെക്സ്റ്റിലുള്ളത് അത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം, അത് മതി, ഒരു തവണ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ലേബറിൻ്റെയോ അല്ലെങ്കിൽ ഗൈഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കരുതി വെക്കുക എന്നുള്ളതാണ്. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് നോക്കി ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ സമ്മറി ഇതുപോലെ ലേബറിൻ്റെയോ ഗൈഡോ എന്തെങ്കിലും നോക്കിയിട്ട് സമ്മറി ഒരു തവണ വായിക്കാം. അപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റും നമ്മൾ വായിച്ചു, സമ്മറിയും വായിച്ചു, അല്ലേ? ഇത് രണ്ടും കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് നന്നായിട്ട് ഫെമിലിയറായി കഴിയും ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മളൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളത്. എവിടെ നിന്നാണ് വായിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലേബറിൻ്റെയോ അല്ലെങ്കിൽ ഗൈഡോ, ഇതിലൊക്കെ നമുക്കറിയാം ഈ സമ്മറി കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടാവും, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു ചാപ്റ്റർ എടുത്തു, ആ ടെക്സ്റ്റ് നോക്കി ആ ചാപ്റ്റർ ഫുള്ള് വായിച്ചു, അതിനുശേഷം നമ്മൾ ലേബറിൻ്റെയോ ഗൈഡോ എന്തോ നോക്കി എന്താക്കി, നമ്മൾ ആ സമ്മറി വായിച്ചു, പിന്നെ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വേണം വായിക്കാൻ, കാണാതെ പഠിക്കാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഓരോ തവണ ഒന്ന് വായിച്ചു പോവുക, എന്നാൽ എല്ലാം വായിക്കുകയും വേണം. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ ഏതൊക്കെ ലെവലിൽ നമുക്ക് ചോദ്യം വന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമുക്ക് അത്രയും കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും, അത്രയും ഐഡിയാസ് നമുക്ക് കിട്ടും. നമുക്ക് ഇത്രയും നമ്മൾ വായിക്കുമ്പോൾ ഒരു ചാപ്റ്ററിന് വേണ്ടി തന്നെ നമ്മൾ ഇത്രയും ടൈം എടുത്ത് പല ക്വസ്റ്റ്യൻസിലുണ്ട്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആൻസേഴ്സും ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അത്രയും ഐഡിയാസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ആൻസർ എഴുതാനായിട്ടുള്ള ഒരു സ്കില്ലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. അതെവിടെ നിന്നാണ് വായിക്കുക? നമ്മൾ ഈ പറഞ്ഞ ലേബറിൻ്റെയോ ഗൈഡോ ഇതിൻ്റെയൊക്കെ ബാക്കിൽ തന്നെ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ബാക്കിൽ PYQs വരാറില്ലേ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടി ഒന്ന് വായിച്ച് വയ്ക്കുക. അതുകൂടി ചെയ്യണം, മസ്റ്റായിട്ടും അതുകൂടി ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മുൻ വർഷങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചതെന്നുള്ളത്. ദെൻ ഇത്രയും കൂടി ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമായില്ല, നമ്മൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാമർ ഇപ്പോൾ കുറച്ച് മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കൊക്കെ എയിം ചെയ്യുന്നവർ ഗ്രാമർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാ ഗ്രാമേഴ്സും കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റർ, ഇമെയിൽ, ബ്ലർബ്, ബ്ലോഗ് അനൗൺസ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ലെറ്ററൊക്കെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മുൻകൂട്ടി പഠിച്ച് വയ്ക്കാൻ പറ്റുന്ന ആൻസേഴ്സൊക്കെ പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം പലതും നമുക്ക് സ്വന്തമായിട്ട് എഴുതുന്ന ലെവലിലൊക്കെയാണ് ചോദിക്കുക, പക്ഷേ എങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് മുൻകൂട്ടി പഠിച്ച് വയ്ക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ആര് വന്നാലും ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ ചാനലിൽ തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെറ്ററിലൊക്കെ എഴുതുമ്പോഴായിക്കോട്ടെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതൊക്കെ അങ്ങനെ മുൻകൂട്ടി പഠിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല, ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോഡ്സുകൾ കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. കോഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണല്ലോ, നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ നിന്ന് നോക്കിയാൽ മതി. എന്ത് കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിമൺ എംപവർമെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, ഡ്രഗ് അബ്യൂസിനെ പറ്റി പഠിക്കുന്നുണ്ട്, എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 2-3 കോഡ്സ് സെർച്ച് ചെയ്ത് പഠിച്ചു വെച്ചിട്ട് പോവുക. എന്നിട്ട് എവിടെ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്? വേറെ ഒരിടവും അല്ല, നമ്മുടെ എസ്സേയോ ആർട്ടിക്കിളോ പിന്നെന്താ നമ്മുടെ സ്പീച്ചോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഓരോ കോട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. കാരണം ഈ കോഡ്സൊക്കെ വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. സോ അതാരും മറന്നു പോകണ്ട, കോഡ്സ് കളക്ട് ചെയ്ത് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെച്ചേക്കൂ. കൂടുതലൊന്നും വേണ്ട, കൂടുതലാക്കി ഒന്നും എഴുതി ഓവറാക്കുകയും വേണ്ട, ജസ്റ്റ് ഒരു 2 എണ്ണമൊക്കെ മതി ഒരു ആൻസറിനകത്ത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്, ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പറ്റുന്നവർ എന്ത് ചെയ്യുക, ഇതെല്ലാം പഠിച്ചെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, PYQs എടുത്തിട്ട്
ഏതെങ്കിലുമൊക്കെ ആൻസേഴ്സൊക്കെ ഒന്ന് എഴുതി നോക്കുക. അത് ഒരു എന്താ പറയുക, പ്രാക്ടീസ് നല്ലതായിരിക്കും. ബാക്കി നമ്മുടെ എഴുതുന്ന രീതി ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വേണമെങ്കിൽ പറയാം, ചോയ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഓരോ സെക്ഷനകത്തും എത്ര ചോദ്യങ്ങൾ എഴുതണമെന്നുണ്ടായിരിക്കും, പക്ഷേ എക്സ്ട്രാ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ചോദ്യങ്ങൾ ലാസ്റ്റ് എല്ലാം എഴുതി കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചോയ്സ് എഴുതാൻ പറ്റുന്നു എന്നുള്ളവർ, മീൻസ് ടൈം എക്സസ് കിടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ചോദ്യങ്ങളൂടെ എക്സ്ട്രാ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. മേ ബി ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്കത് ഓഫ്സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉത്തരം ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിനാണ് നമ്മൾ ആദ്യം ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് എഴുതുക. നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ അത്രയും നമ്മൾ കൃത്യമായിട്ട് എഴുതണം, വായിച്ച് നോക്കണം, അതെല്ലാം 100% പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ചോയ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ, ചോയ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം, എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷേ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മീൻസ് കുറച്ച് വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള വേർഡ്സുകൾ ആഡ് ചെയ്തൊക്കെ ഒന്ന് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് എഴുതാൻ പറ്റുന്നവർ, മീൻസ് നമ്മൾ നോർമലി എഴുതുന്ന പോലെ എഴുതാണ്ട് കുറച്ചുകൂടി ഒരു ഹൈ ലെവലിൽ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത നല്ല നല്ല വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഫുൾ മാർക്ക് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചാപ്റ്റേഴ്സ് എന്താ പറയുക, നമ്മൾ ഒരു ചാപ്റ്ററിന് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് വായിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തിൽ എൻ്റെ ഒരു പോളിസി അത് തന്നെയായിരുന്നു. കാരണം അത്രയും വായിക്കുന്നതിലൂടെ നമുക്ക് അത്രയും കണ്ടൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.